ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ട്രിപ്പിൾ ത്രീ എംപ്രസ് ഓഫ് ടാരറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നാണ് അറിയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കൂടുതൽ കാർഡ്സ് ഒന്നും എടുക്കുന്നു, ഒരു 4-5 കാർഡ്സിനുള്ളിൽ എടുത്തിട്ട് നമുക്ക് നിങ്ങളുടെ ഇന്നത്തെ ഡേ എങ്ങനെയായിരിക്കും എന്ന് ഒന്ന് നോക്കാം. ഓക്കെ, സോ എല്ലാവരും ഇത് കാണുന്ന എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചിട്ട് നിങ്ങളുടെ ഹയർ സോളുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ദൈവം, ദൈവത്തോടോ ഈശോയോടോ മാതാവിനോടോ അല്ലാഹുവിനോടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്തിലാണ് വിശ്വസിക്കുന്നത് അത് ഒരു നിമിഷം ഒന്ന് ആ ഒരു ദൈവത്തെ അല്ലെങ്കിൽ ആ ഒരു ഗോഡസിനെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, എനിക്ക് വേണ്ടുന്ന ഗൈഡൻസ് എനിക്ക് തന്ന് അനുഗ്രഹിക്കണേ എന്ന് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവന്നിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഒരു നിമിഷം അങ്ങനെ ഒന്ന് ചിന്തിച്ച് അത് മൈൻഡിലേക്ക് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും മൈൻഡിലേക്ക് അത് കൊണ്ടുവന്നു, മെഡിറ്റേറ്റ് ചെയ്തു, നിങ്ങൾ ഗൈഡൻസ് ചോദിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എൻ്റെ വ്യൂവേഴ്സിൻ്റെ ഇത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ ദിവസം ആദ്യത്തെ കാർഡ്സ് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ. അടുത്തതായി എൻ്റെ വ്യൂവേഴ്സ് ഇത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും, ഇന്നത്തെ ഇവരുടെ ദിവസം എങ്ങനെയായിരിക്കും, ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും. ഇനി 2 കാർഡ് കൂടി എടുക്കാം. ഇന്നത്തെ ദിവസം ഇത് കാണുന്ന വ്യക്തികളുടെ വ്യൂവേഴ്സിൻ്റെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് 5 കാർഡ്സ് കിട്ടി. ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നത് ഇതാണ്. ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു സംഭവിക്കും കേട്ടോ, എക്സ്ക്യൂസ് ചെയ്യൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് വന്ന കാർഡ്സ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾക്ക് വന്ന കാർഡ്സ് ഇതൊക്കെയാണ്. ഫൂൾ കാർഡ്, 9 ഓഫ് കപ്സ്, ലവേഴ്സ് കാർഡ്, 10 ഓഫ് പെൻറ്റക്കിൾ, 8 ഓഫ് പെൻറ്റക്കിൾ. അപ്പോൾ ഇതിനകത്ത് പെൻറ്റക്കിൾ എനർജി എന്ന് പറയുന്നത് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ ദിവസം പണവുമായി സംബന്ധിച്ച സമ്പത്ത്, സമൃദ്ധി, പണം, വരുമാന മാർഗങ്ങൾ, അപ്പോൾ അതൊക്കെയായിട്ട് ബന്ധപ്പെട്ട കൂടുതലും മെജോറിറ്റി ആൾക്കാർക്കും അങ്ങനെ പണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ലേക്കുള്ള ഒരു ദിവസമായിരിക്കും. അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ദിവസമായി കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു സെക്കൻഡ് ഓക്കെ. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഇത് കാണുന്ന വ്യക്തികൾക്ക് ഇന്നത്തെ നിങ്ങളുടെ ദിവസം എന്ന് പറഞ്ഞാൽ പണസംബന്ധമായതായിരിക്കും കൂടുതൽ. ഒരുപാട് പേർക്ക് അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ജേർണി എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ കുറച്ച് ആൾക്കാരുടെയൊക്കെ കുറച്ച് എൻതൂസിയാസം, ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കത്തിനൊക്കെ ഇന്ന് ചില ആൾക്കാർ ഒരു ജേർണി, ഒരു പുതിയ യാത്ര തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾ അവരുടെ പുതിയൊരു ജോലി സംബന്ധമായ ഒരു പുതിയ വഴിയിലേക്ക് ഒരു യാത്ര നടത്തുന്നുണ്ട്. അതായത് ചില ആൾക്കാർ പുതിയൊരു ജോബിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് കാണാം. പിന്നെ
ചില ചില ആൾക്കാർ, ചില എസ്പെഷ്യലി വിദ്യാർത്ഥികളൊക്കെ പുതിയ എന്തെങ്കിലും കോഴ്സസ് റിലേറ്റഡ് ആയിട്ട് അവർ യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും പഠിത്തത്തിൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്യുന്നു, ബിസിനസ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ചില ആൾക്കാർ, വ്യക്തികൾ യാത്ര ചെയ്യുന്നതായിട്ടും ഒരു ജേണി, പുതിയൊരു തുടക്കം. ഒരു പക്ഷേ കുറച്ച് ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒരു ബിസിനസ് സംബന്ധമായി അല്ലെങ്കിൽ ജോലി സംബന്ധമായി പുതിയൊരു ജോലിയിലേക്ക് കയറുന്നതായിട്ടോ, പുതിയൊരു വരുമാന മാർഗം, പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ വളരെ അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് പറയുകയാണെങ്കിൽ, ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ലവേഴ്സ് കാർഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു സക്സസ്. നിങ്ങൾക്ക് ഇന്നത്തെ ആ ഒരു കാര്യം, നിങ്ങളുടെ ജേണി എന്താണോ ആ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് സക്സസ് ഉണ്ടാവും. വളരെ ഒരു ഏഞ്ചലിൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ, നിങ്ങളുടെ ഗാർഡിയൻ ഏഞ്ചൽ അല്ലെങ്കിൽ ഗോഡസിൻ്റെയൊക്കെ ഒരു ഗൈഡൻസ്, ഒരു ഹെൽപ്പ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഹാപ്പിനെസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് മറ്റു വ്യക്തികളാൽ, എസ്പെഷ്യലി കുറച്ച് യങ് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട്, ഇമോഷണൽ ഹാപ്പിനെസ് ഒക്കെ കിട്ടുന്ന ഒരു ദിവസമാണ്. നിങ്ങൾക്ക് കുറച്ച് എൻകറേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹെൽപ്പ് ഒക്കെ കിട്ടി അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമാണ്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അവരുടെ പെറ്റ്സുമായിട്ടൊക്കെ വളരെ നല്ലൊരു ദിവസം, അവർക്ക് അവരുടെ പെറ്റ്സിനെയൊക്കെ ഓമനിക്കാനും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ല മെമ്മറീസ് ഒക്കെ ഉള്ള ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ ചില വ്യക്തികൾ പെറ്റ്സിനെയൊക്കെ വാങ്ങിക്കുന്ന, കുറച്ച് അതിനു വേണ്ടി മണി സ്പെൻഡ് ചെയ്യുന്നതൊക്കെ, അങ്ങനെ ചില വ്യക്തികളെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക് അവരുടെ ഗ്രാൻഡ് പേരൻസ് അല്ലെങ്കിൽ അവരുടെ ആൻസസ്റ്റർ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ആൻസസ്റ്റർ, നിങ്ങളെക്കാളും മുതിർന്ന വ്യക്തികളിൽ നിന്നും അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരിൽ നിന്നൊക്കെ ഒരു ഹെൽപ്പ്, പണം സംബന്ധമായ ചില ഹെൽപ്പുകൾ. ഒരുപക്ഷെ ചില ആൾക്കാർ ലോണിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ ലോണോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ടോ ജോലി സംബന്ധമായിട്ടോ കല്യാണം, ഇതൊക്കെ സംബന്ധിച്ച് എന്തെങ്കിലും ലോണ്, പണത്തിനൊക്കെ മറ്റുള്ളവരെ സമീപിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് അങ്ങനെയും കൂടി ഇപ്പം ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുക. ഐ മീൻ ബിസിനസ് സാമ്രാജ്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യവും ചെറുതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താണ് അത് വലിയ കാര്യത്തിലേക്ക് പോകുന്നത് അല്ലേ. അപ്പം അങ്ങനെയൊക്കെയുള്ളൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ അത് വലിയ കാര്യങ്ങളിലേക്ക് ഉള്ളൊരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്ന, പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ആ പണം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിട്ടും അതിനുള്ള സാഹചര്യങ്ങളും വ്യക്തികളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികൾക്ക്, മോസ്റ്റ് ഓഫ് ദ കേസസ് ഇന്ന് പണം സംബന്ധമായെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ചില ആൾക്കാരൊക്കെ തങ്ങൾ സ്വയം തീരുമാനിക്കുകയാണ്, യെസ് ഞാൻ ഹാർഡ് വർക്ക് ചെയ്യണം, എനിക്ക് ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് മണി ഏൺ ചെയ്യണം എന്ന് തീരുമാനിക്കുകയും അതുമായിട്ടുള്ള ചിന്തകളിൽ നടക്കുകയും അതുമായിട്ടുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുകയും അതുമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് എത്തിപ്പെടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന വ്യക്തികളും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയും മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മനസ്സും ശരീരവും ഒക്കെ അർപ്പിച്ച് അല്ലെങ്കിൽ അതിനെ ചിന്തിച്ച് തന്നാൽ കഴിയും വിധം മണി ഏൺ ചെയ്യുന്ന ഒരു പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുക. ആ ഓൾറെഡി ഉള്ള ജോലിയിൽ തന്നെ നന്നായിട്ട് ഏൺ ചെയ്യുന്ന ഒരു ദിവസവും ഒക്കെ ആയിരിക്കും. പിന്നീട് ഒരുപാട് വ്യക്തികൾക്ക് ടോപ്പ് ഓഫ് ദ ഡെക്ക് വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസ് ആണ്. ഹൈ പ്രീസ്റ്റസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇൻറ്റ്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പം ഒരു കാര്യം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് നോക്കി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാനും നിങ്ങളുടെ മൈൻഡ് തന്നെ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. മൈൻഡ് ഓക്കെ ഇത് എനിക്ക് നല്ലതാണ്, അതായത് പോസിറ്റീവ്സും നെഗറ്റീവ്സും നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ വളരെ പ്യുവറായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനൊക്കെ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. പിന്നെ അതുപോലെ ചില ആൾക്കാർക്ക് നിങ്ങളുടെ ലൈഫിലൊരു ഹെൽപ്പ്, എസ്പെഷ്യലി ലേഡീസിൽ നിന്ന് കുറച്ച് വയസ്സായിട്ടുള്ള, കുറച്ച് ബുദ്ധിയും ബോധവും വിവരവും വിദ്യാഭ്യാസവും ഒക്കെയുള്ള അങ്ങനെയൊക്കെയുള്ള, അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കുറച്ച് വയസ്സായിട്ടുള്ള, കുറച്ച് പ്രായം ചെന്ന അവരിൽ നിന്നൊക്കെ ഒരു ഗൈഡൻസും ഒരു ഹെൽപ്പും ഒക്കെ കിട്ടുന്ന ഒരു ദിവസമായിരിക്കും. അതുപോലെ തന്നെ ചില വ്യക്തികൾക്കിത് ഒരു ടീം വർക്കിലൂടെ മണി ബിൽഡ് ചെയ്യുന്ന ഒരു ദിവസം, ഒരു മണി ഏൺ ചെയ്യുക, ഹാപ്പിനെസ് ഏൺ ചെയ്യുക ഒക്കെ.
അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ദിവസമാണ്. മൊത്തത്തിൽ വളരെ ഫിനാൻഷ്യൽ സക്സസ്സിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന, ഫിനാൻഷ്യൽ സക്സസ് ലഭിക്കുന്ന, ലവ് അതായത് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും മറ്റുള്ളവരെ സ്നേഹിക്കപ്പെടുകയും മറ്റുള്ളവരുടെ ഗൈഡൻസും സ്നേഹവും ഒക്കെ ലഭിക്കുന്ന, എങ്കിൽ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് യാത്ര ചെയ്യുന്ന, കുറച്ചൊക്കെ എന്താ കുറച്ച് ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ വില്ലിങ് ആണ്. ഓക്കെ, ഇന്നത്തെ ദിവസം ഞാൻ എന്ത് ചലഞ്ചും ഫേസ് ചെയ്യും, ഇന്നത്തെ ദിവസം ഞാൻ റെഡിയാണ്, എനിക്ക് എന്ത് ഫേസ് ചെയ്യാൻ, എനിക്കതിനുള്ള മെൻറ്റാലിറ്റി, എനിക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട്, അങ്ങനെയൊക്കെ വിശ്വസിക്കുകയും അങ്ങനെ വളരെ കോൺഫിഡൻറ്റോടുകൂടി ഒരു പുതിയ തുടക്കം കുറിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ദിവസമാണ്. അതുപോലെ ഓവറോൾ ഇമോഷണലി വളരെ ഹാപ്പിനെസ് ലഭിക്കുന്ന, ഫുൾഫിൽമെൻ്റ് ഉള്ള, വളരെ സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഒരു ദിവസമായിരിക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് കാണുന്നവർ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 333 ദ എംപ്രസ് ഓഫ് ടാരോട്ട് എന്ന എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഗോഡ്, താങ്ക് യു ഏഞ്ചൽസ്, താങ്ക് യു ഗോഡസ്. എന്താണെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യുക, അതൊക്കെ കമൻറ്റിലൂടെയൊക്കെ പറയുക കേട്ടോ. താങ്ക് യു സോ മച്ച്. അപ്പം ഹാവ് എ വണ്ടർഫുൾ ഡേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ ബൈ.